ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ തൊണ്ടി മുതൽ പൂർണ്ണമായും കണ്ടെത്താനാകാതെ അന്വേഷണ സംഘം. അന്വേഷണം ആരംഭിച്ച് മാസങ്ങൾ പിന്നിടുമ്പോഴും പ്രതികൾ സ്വർണം എന്തു ചെയ്തു എന്നതിന് വ്യക്തമായ ഉത്തരം SITയുടെ പക്കലില്ല. കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പൂറ്റിയെയും പങ്കജ് ഭണ്ഡാരിയെയും ബെല്ലാരി ഗോവർദ്ധനെയും പലതവണ ചോദ്യം ചെയ്തെങ്കിലും ഇവരിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളൊന്നും ലഭിച്ചിട്ടുമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികൾ തൊണ്ടി മുതൽ എവിടെ ഒളിപ്പിച്ചു എന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാംഗ്ലൂരിലെ വസതിയിൽ നിന്നും ബെല്ലാരി ഗോവർദ്ധനിൽ നിന്നും ചെന്നൈ സ്മാർട്ട് ക്രിയേഷനിൽ നിന്നുമെല്ലാം കണ്ടെടുത്ത 760 ഗ്രാം സ്വർണം മാത്രമാണ് നിലവിൽ തൊണ്ടി മുതലായി അന്വേഷണ സംഘത്തിന്റെ പക്കലുള്ളത്. തൊണ്ടി മുതലായ കൂടുതൽ സ്വർണം പ്രതികൾ എന്തു ചെയ്തു എന്നതിന് കൃത്യമായ ഉത്തരം ഇപ്പോഴും അന്വേഷണ സംഘത്തിന്റെ പക്കലില്ല. പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പങ്കജ് ഭണ്ഡാരിയെയും ബെല്ലാരി ഗോവർദ്ധനെയും പലതവണ ചോദ്യം ചെയ്തെങ്കിലും ഇവരിൽ നിന്ന് ഇക്കാര്യത്തിൽ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. കേസന്വേഷണം ആരംഭിച്ച് 2 മാസങ്ങൾ പിന്നിടുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കാലാവധി അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ സാഹചര്യത്തിൽ തൊണ്ടി മുതൽ ഇനിയും കണ്ടെത്താൻ കഴിയാത്തത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് കടുത്ത വെല്ലുവിളിയാകും. കോടതിയിൽ നിന്നടക്കം വിമർശനങ്ങൾ നേരിടാനുള്ള സാധ്യതയുമുണ്ട്. നിലവിൽ ബാക്കിയുള്ള സ്വർണത്തിലെ കുറച്ചു ഭാഗം പ്രതികൾ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചതായിട്ടുള്ള സംശയങ്ങളും SITക്ക് മുന്നിലുണ്ട്. ഉരുക്കിയെടുത്ത സ്വർണം പ്രതികൾ ആഭരണങ്ങളാക്കി മാറ്റിയെന്നാണ് സൂചന. ഇത് കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്താൻ തയ്യാറെടുക്കുകയാണ് SIT. ജനം, തിരുവനന്തപുരം.